വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. നമുക്കിന്നൊരു മുള്ളാത്ത തോരൻ ഉണ്ടാക്കിയാലോ. അതിനായിട്ട് ഞാനിവിടെ ഒരു മുള്ളാത്തയൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇതിനകത്ത് ധാരാളം വൈറ്റമിനുകളും ആൻറ്റി ഓക്സിഡൻറ്റുകളും ഒക്കെ അടങ്ങിയിട്ടുണ്ട്. അതുപോലെ തന്നെ ക്യാൻസറിനെ പ്രതിരോധിക്കാനുള്ള കഴിവുമുണ്ട് ഈ മുള്ളാത്തയ്ക്ക്. പിന്നെ ദഹന സംബന്ധമായ പ്രശ്നങ്ങൾക്കും ഒക്കെ ഇത് ഏറെ നല്ലതാണ്. അതുപോലെ തന്നെ കാലിലെ സന്ധിവേദനകൾക്കും ഒക്കെ നല്ലതാണെന്നാണ് പറയുന്നത്. ഇനി ഞാൻ ഇതിൻ്റെ കൂടെ ഒരു സവോള കൂടി എടുത്ത് വെച്ചിട്ടുണ്ട്. സവോളയൊക്കെ നമുക്കൊന്ന് തൊലിയൊക്കെ കളഞ്ഞ് ഒന്ന് എടുക്കണം. അതുപോലെ തന്നെ മുള്ളാത്ത നമുക്കൊന്ന് മുറിച്ച് അതും ചെറിയ കഷ്ണങ്ങളാക്കി ഒന്ന് അരിഞ്ഞെടുക്കണം. ഈ കത്തി വെച്ച് ഞാൻ മുറിയുന്നില്ല. ഞാൻ പിന്നെ വലിയ കത്തി എടുത്തു. ഇതിൻ്റെ തൊലിക്ക് ഇത്തിരി കട്ടിയുണ്ട്, പുറം തൊലിക്ക്. ഇത് വിളഞ്ഞതല്ല, ഒരു പിന്നെ മുക്കാൽ വിളവായതേ ഉള്ളൂ കേട്ടോ. ഇതിൻ്റെ അരി കണ്ടോ, നല്ല ഒരു വെളുത്തിരിക്കുകയാണ്. ഇത് പഴുത്ത് വരുമ്പോൾ ഇതിൻ്റെ അരി അങ്ങ് കറുത്തിരിക്കും. ഇനി നമുക്ക് ഇതിൻ്റെ തൊലിയൊക്കെ ഒന്ന് ചെത്തിയെടുക്കാം. തൊലിയൊക്കെ ചെത്തിയിട്ട് നമുക്ക് ഇത് ചെറിയ ചെറിയ കഷ്ണങ്ങളായിട്ടൊന്ന് അരിഞ്ഞെടുക്കണം. ഈ മുള്ളാത്ത ഈ ഷുഗറൊക്കെ ഉള്ളവർക്കും ഏറെ ഫലപ്രദമാണെന്നാണ് പറയുന്നത് കഴിക്കുന്നത്. ഇതിനകത്ത് ധാരാളം പൊട്ടാസ്യവും മഗ്നീഷ്യവും സിങ്കും ഒക്കെ അടങ്ങിയിട്ടുണ്ട്. ഞാൻ ഇതിൻ്റെ തൊലിയൊക്കെ ചെത്തി കുരുവൊക്കെ എടുത്ത് കളഞ്ഞ് ഇനി നമുക്കിതൊന്ന് ചെറുതായിട്ടൊന്ന് അരിഞ്ഞെടുക്കാം. പിന്നെ കണ്ണുകൾക്കൊക്കെ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾക്കൊക്കെ മുള്ളാത്ത നല്ലതാണെന്നാണ് പറയുന്നത്. ഇനി നമുക്കിത് ഈ സവോള കൂടി ഇതിനകത്തൊന്ന് അരിഞ്ഞിടാം. അരിഞ്ഞിട്ടതിന് ശേഷം നമുക്കിനി അരപ്പ് തയ്യാറാക്കാൻ ഞാനിവിടെ വെളുത്തുള്ളി ഒന്ന് തൊലിയൊക്കെ കളഞ്ഞ് വെച്ചിട്ടുണ്ട്, കറിവേപ്പില എടുത്ത് വെച്ചിട്ടുണ്ട്, പിന്നെ തേങ്ങ, മഞ്ഞൾപ്പൊടി, ജീരകം, കാന്താരിമുളക്. ഇനി നമുക്കൊരു പാനൊക്കെ ഒന്ന് അടുപ്പത്ത് വെച്ച് കൊടുക്കാം. പാനൊക്കെ ഒന്ന് ചൂടായി വരട്ടെ. ചൂടായി വരുമ്പോഴത്തേനും നമുക്ക് അതിനകത്തേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു. ഇനി ചൂടായി വരുമ്പം കടുക് ഇട്ട് കൊടുത്തു, വറ്റൽമുളക് ഇട്ട് കൊടുത്തു. ഇനി നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കുക. ഇളക്കിയതിന് ശേഷം നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന മുള്ളാത്തയും ആ സവോളയും കൂടെ അതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇട്ട് കൊടുത്തിട്ട് നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കുക. ഇളക്കി കൊടുത്തതിന് ശേഷം നമുക്ക് ഒരു മൂടി വെച്ചൊന്ന് അടയ്ക്കണം. ഒരു തണ്ട് കറിവേപ്പില കൂടി ഇട്ട് കൊടുത്തിട്ട് നമുക്കൊരു മൂടി വെച്ച് ഒന്ന് അടയ്ക്കാം. അടച്ചിട്ട് വെള്ളമൊന്നും ഒഴിക്കണ്ട, ആവിയിലിരുന്ന് തന്നെ ഇതങ്ങ് വെന്തോളുവേ. ഇനി നമുക്ക് അരപ്പ് തയ്യാറാക്കാനായിട്ട് ഞാൻ ഒരു മിക്സിയുടെ ജാറെടുത്ത് കാന്താരിമുളക് ഇട്ട് കൊടുത്തു, ജീരകം, വെളുത്തുള്ളി, തേങ്ങ, മഞ്ഞൾപ്പൊടി ഇതെല്ലാം കൂടി ഇട്ടിട്ട് നമുക്കൊന്ന് ചതച്ചെടുത്താൽ മതി, അരയൊന്നും വേണ്ട. ഇനി നമുക്കതിൻ്റെ മൂടിയൊക്കെ ഒന്ന് മാറ്റി നോക്കാം. മാറ്റി നോക്കിയിട്ടുണ്ട്. ഇനി നമുക്കൊന്ന് ഇളക്കി നോക്കാം. ഇളക്കി നോക്കിയിട്ട് അത് വെന്തിട്ടുണ്ട്. പെട്ടെന്ന് തന്നെ അങ്ങ് വേഗം കേട്ടോ. വെന്തിട്ട് നമുക്കിനി അതിനകത്തേക്ക് അരപ്പിട്ട് കൊടുക്കാം. അരപ്പിട്ട് കൊടുത്തതിന് ശേഷം നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കുക. ഇളക്കിയിട്ട് നമുക്കൊന്ന് തട്ടിപ്പൊത്തി വയ്ക്കാം. തട്ടിപ്പൊത്തി വെച്ചിട്ട് നമുക്കൊരു മൂടിയൊക്കെ വെച്ചൊന്ന് അടയ്ക്കാം. ആ അരപ്പ് കൂടി ഒന്ന് അതിലിരുന്നൊന്ന് വേവട്ടെ. എന്നിട്ട് ഒരു 5 മിനിറ്റിന് ശേഷം നമുക്ക് ആ മൂടിയൊക്കെ ഒന്ന് മാറ്റി കൊടുക്കാം. മൂടിയൊക്കെ മാറ്റി കൊടുത്തു. ഇനി ഒന്നും കൂടെ ഒന്ന് ഇളക്കി കൊടുക്കുക. ഇളക്കി കൊടുത്തിട്ടുണ്ട്. ഇളക്കിയിട്ട് നമുക്ക് ഒരു തണ്ട് കറിവേപ്പിലയും കൂടി ഇട്ട് ഒരു ടീസ്പൂൺ വെളിച്ചെണ്ണ കൂടി ഒന്ന് ചുറ്റിച്ചൊഴിച്ച് കൊടുക്കാം. ചുറ്റിച്ചൊഴിച്ചിട്ട് നമുക്ക് ഗ്യാസിൻ്റെ ഫ്ലെയിമൊക്കെ ഒന്ന് ഓഫാക്കി കൊടുക്കാം. ഓഫാക്കിയതിന് ശേഷം നമുക്ക് ഇതൊരു ബൗളിലേക്കൊന്ന് മാറ്റാം. ഞാനൊരു ബൗളിലേക്ക് മാറ്റിയിട്ടുണ്ട്. കണ്ടോ, നല്ല അടിപൊളിയായിട്ടുള്ള മുള്ളാത്ത തോരൻ റെഡി ആയിട്ടുണ്ട്. ഇത് മസാലക്കറി വയ്ക്കാനും ഒക്കെ നല്ലതാണ്. ചപ്പാത്തിക്കൊക്കെ കൂട്ടാൻ വയ്ക്കാനും നല്ലതാണ്. ഇത് നമ്മൾ ഈ ചീമച്ചക്കയൊക്കെ ഇല്ലേ, അത് കറി വയ്ക്കും പോലെ ഇരിക്കും. അപ്പോൾ നല്ലൊരു വീഡിയോയുമായി അടുത്ത ദിവസം കാണാം. ഓക്കെ, ബൈ.